പതിവ് പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കുമ്പോൾ രാഷ്ട്രീയത്തിനും ഒപ്പം തന്നെ മറ്റ് അജണ്ടകൾക്കും തത്വശാസ്ത്രത്തിനും മേലെ ഇവിടുത്തെ സംഘടിതമായ മതജാതി വോട്ട് ബാങ്കുകൾ തന്നെയാണ് വിധി നിർണയിക്കുക. ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് അവസാന നിമിഷത്തിൽ വിധി എഴുതുക മതജാതീയ സംഘടനകൾ തന്നെയാണ്. കേരളത്തിൽ അത് ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ്. 50% അടുത്തു വരുന്ന ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ ഇത്തവണ എങ്ങോട്ടേക്ക് എന്നുള്ളതാണ് ഇന്നത്തെ ഡിബേറ്റ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ PA അഹമ്മദ്, രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ അഡ്വക്കേറ്റ് പ്രശാന്ത് വി കുറുപ്പ്, മാധ്യമപ്രവർത്തകൻ ധനുഷ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ഏതായാലും ആദ്യം ചന്ദ്രിക പത്രത്തിന്റെ മാധ്യമപ്രവർത്തകൻ കൂടിയായ PA അഹമ്മദിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീ PA അഹമ്മദ്, ഈ ന്യൂനപക്ഷ വോട്ടുകൾ കേരളത്തിൽ സംഘടിതമാണ്. ആ ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ട് ചലിക്കുന്നു എന്നതിനെ അനുസരിച്ചിട്ടാണ് നിയമസഭയും പാർലമെന്റും ഒക്കെ തന്നെ കേരളത്തിലെ ജയപരാജയങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന. ഏത് പാർട്ടി ഭരിക്കണം എന്നുള്ള കൃത്യമായി തന്നെ കണക്ക് കൂട്ടുന്നതും ഇല്ലെങ്കിൽ അത് തീരുമാനിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ്. അത് നാം 2016 കണ്ടു, 19 കണ്ടു, 21 കണ്ടു. ഇതാ 24 എത്തുമ്പോൾ ആ ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ടേക്കെന്നാണ് ഉയർന്ന ചോദ്യം. 2019 ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയൊരു ഏകീകരണം UDF അനുകൂലമായി മാറിയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ടേക്കായിരിക്കും തിരിയാൻ സാധ്യത? നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ് നിർണായകം. ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുതട്ട് തന്നെയാണ് രണ്ട് മുന്നണികളും ഈ കാലം വരെയുള്ള തെരഞ്ഞെടുത്തത്. പക്ഷേ കേരളത്തിന്റെ ഏറ്റവും വലിയ പരിമിതി എനിക്ക് തോന്നുന്നത്, ഏറ്റവും പ്രതിസന്ധിയും കേരളത്തിന്റെ ഭാവിയെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഉത്കണ്ഠയും ഈ UDF LDF തേർഡ് ആൾട്ടർനേറ്റീവ് പോലും എന്നാണ് ഞാൻ പറയുക. ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങൾ തേർഡ് ആൾട്ടർനേറ്റീവിനെയും പരീക്ഷിച്ചിട്ട് ഫോർത്ത് ആൾട്ടർനേറ്റീവിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ബംഗാളിന്റെ ഒരു സാധ്യത. 33 കൊല്ലം ഭരിച്ച ഒരു പാർട്ടി അവർക്ക് തൂത്തെറിയാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോട് ചെറുത്തു നിൽക്കാൻ അവർക്കുണ്ടായില്ല. ദീർഘകാലം കേന്ദ്രം ഭരിച്ച പാർട്ടിയെ തിരസ്കരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ അതിനർത്ഥം അവർക്ക് അവരുടേതായ ഒരു നേതൃത്വവും അവരുടേതായ ഒരു പൊളിറ്റിക്സും അവരുടെ ഒരു ഐഡിയോളജിയും അവർ രൂപപ്പെടുത്തി എന്നുള്ളതാണ് പരിമിതി. അതാണ് ഒരു തേർഡ് ആൾട്ടർനേറ്റീവ് ഇപ്പോഴും ഉണ്ടായി വന്നിട്ടില്ല. ഈ രണ്ട് മുന്നണികളും ആകട്ടെ ഏറെക്കുറെ ഒരേ പൊളിറ്റിക്കൽ ഗിമ്മിക്ക് കളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട്. ഈ തേർഡ് ആൾട്ടർനേറ്റീവായിട്ട് ഇപ്പോ NDA മുന്നണി, അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട കാര്യം. NDA മുന്നണി നരേന്ദ്രമോദിയുടെ 10 കൊല്ലത്തെ ഭരണം, അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി, മാത്രമല്ല അദ്ദേഹത്തിനെതിരായിട്ട് നേരത്തെ വലിയ തോതിൽ പ്രചരിപ്പിച്ചിരുന്ന കാര്യങ്ങൾ അദ്ദേഹം തന്നെ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ മേൽ വന്ന വലിയ ആരോപണങ്ങളെ കഴിഞ്ഞ 10 കൊല്ലത്തെ പ്രധാനമന്ത്രിയുടെ പെർഫോമൻസ് വെച്ച് അദ്ദേഹം മാറ്റിയെടുക്കുകയും അത് ആഗോളതലത്തിലും ദേശീയ തലത്തിലും മറ്റൊരു ഇമേജായി കേരളത്തിൽ പോലും അത് വലിയ തോതിൽ മാറുന്നുണ്ട്. ഇപ്പൊ ഡെവലപ്മെന്റിന്റെ ഒരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മോദിയെ ഞാൻ കാണുന്നത് അദ്ദേഹത്തിനെതിരായി നടക്കുന്ന വലിയ പ്രചാരവേലകൾ, BJPക്കും NDAക്കും എതിരായി നടക്കുന്ന പ്രചാരവേലകളെ തീർച്ചയായിട്ടും നമുക്ക് ഈ ചർച്ചയിൽ വരാം. അതിനു മുമ്പ് നരേന്ദ്രമോദിക്ക് അനുകൂലമായി വരാനിടയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, അത് സൈലന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അത് ഞാൻ തെക്കുന്ന് വടക്കോട്ട് എപ്പോഴും സഞ്ചരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ചരിത്രത്തിൽ എന്റെ എനിക്ക് തോന്നുന്നു ഒരു 40 കൊല്ലത്തെ ഓർമ്മ എനിക്കുണ്ട്. കേരള ചരിത്രത്തിൽ ഇന്ന് വരെ കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രവർത്തനം, ഒരുമിച്ച് ഒരേ സമയം വലിയ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 1-2 കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് വികസനത്തെ കുറിച്ചുള്ള ഒരു കാര്യം, നമ്മുടെ നാഷണൽ ഹൈവേയുടെ വികസനം വലിയ തോതിൽ, കാരണം ലോകത്തിലെ മോസ്റ്റ് മൊബൈൽ കമ്മ്യൂണിറ്റിയാണ് മലയാളികൾ. അതുകൊണ്ട് അവർക്ക് ഇനി വികസനം എന്ന് പറഞ്ഞ അർത്ഥം ഏറ്റവും ചുരുങ്ങിയത് അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കണം, സ്മൂത്തായി വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കണം. അത് നമ്മൾ എത്ര പറഞ്ഞാലും വികസനത്തിനെതിരായി എന്തൊക്കെ പറഞ്ഞാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് ഈ നരേന്ദ്രമോദിയുടെ വികസനം എന്ന അജണ്ട അതിപ്പോ മുഹമ്മദ് റിയാസിനെ പോലുള്ള മന്ത്രിമാർക്ക് തന്നെ, ഇപ്പോ പിണറായി വിജയൻ പൊതുവേദിയിൽ എന്തൊക്കെ പറഞ്ഞാലും മുഹമ്മദ് റിയാസിന് തന്നെ പല പരിപാടികളുടെയും വികസന പ്രവർത്തനത്തിന്റെ ഉദ്ഘാടന വേദികൾ അത് പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അവർക്ക് അംഗീകരിക്കുന്നുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ട് അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ എങ്കിൽ തന്നെ അവർ അത് അംഗീകരിക്കുന്നുണ്ട്. പലപ്പോഴും G. സുധാകരനൊക്കെ തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, വികസനം എന്ന അജണ്ടയെ നിശബ്ദമായിട്ടെങ്കിലും അംഗീകരിക്കേണ്ടി വരുന്ന ഒരു മനസ്സ് ഭരണകക്ഷിയായ LDF-നും ഉണ്ട്. നിശബ്ദമായിട്ടെങ്കിലും അത് അംഗീകരിക്കുന്ന ഒരു മനസ്സ് പ്രതിപക്ഷത്തിരിക്കുന്ന UDF-നും ഉണ്ട്. ഒന്ന്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം,
NDA ഒരു ആൾട്ടർനേറ്റീവായിട്ട് കാണുന്നതിന് ഒരു പ്രധാനപ്പെട്ട തടസ്സം കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളത്തിൽ നടന്നു വരുന്ന ഒരു BJP വിരുദ്ധ RSS വിരുദ്ധ NDA വിരുദ്ധ പ്രചരണമാണ്. ആ പ്രചരണത്തിന്റെ ഒരു അടിത്തറ വർഗീയ ഫാസിസം എന്നൊരു വാക്കാണ്. അതിനെ രണ്ട് തരത്തിലാണ് നേരിടേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതിനെ പലപ്പോഴും ഡിബേറ്റ് ചെയ്തിട്ടുണ്ട് പലരോടും, പല സമുദായ. ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട കാര്യം, സാമുദായിക ക്ഷേമ പ്രവർത്തനം ഒരു വലിയ നവോത്ഥാന അജണ്ടയാകുക, സാമുദായിക ക്ഷേമ പ്രവർത്തനം ജനാധിപത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണെന്ന് അംഗീകരിച്ച ഒരു നാടാണ് കേരളം. മറ്റ് ഏത് സ്റ്റേറ്റിനേക്കാളും മുമ്പേ അംഗീകരിച്ചതാണ്. അതിപ്പോ ഒരു ജാതിയെ മുൻനിർത്തിയുള്ള സമുദായ ക്ഷേമം പോസിറ്റീവായി തീരുകയും ഒരു മതത്തെ മൊത്തത്തിൽ എടുത്തുകൊണ്ടുള്ള ക്ഷേമം ഒരു പ്രധാനപ്പെട്ട അപകടമാണ് എന്ന് വരുത്തി തീർക്കുന്നതിലും അപകടമുണ്ട്. ഒന്ന്. രണ്ടാമത്, ഇപ്പോ ഗുരുജി ഗോൾവാൾക്കറുടെ പുസ്തകം പോലുള്ള പുസ്തകത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ വെച്ചുകൊണ്ടാണ് ഐഡിയോളജിക്കലി ഇത് ഫാസിസമാണ് എന്നിവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, പുസ്തകത്തിനകത്ത് ഒരു 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 മൊബിലൈസിംഗ് ഫാക്ടർ എന്ന നിലക്ക്, മാസ് മൊബിലൈസിംഗ് ഫാക്ടർ എന്ന നിലക്ക്, അല്ലെങ്കിൽ അന്തിമമായ ഒരു വിമോചന സങ്കല്പം എന്ന നിലയിൽ ഇവിടുത്തെ രണ്ട് രാഷ്ട്രീയ മുന്നണികൾ, ഇപ്പൊ ഗാന്ധിസമായാലും സോഷ്യലിസമായാലും ഇപ്പുറത്ത് ഇവർ ഈ പറയുന്ന ഹിന്ദുത്വമായാലും, ഒരു മാസ് മൊബിലൈസിംഗ് ഫാക്ടർ എന്ന നിലയിൽ, അന്തിമമായ ഒരു വിമോചന സങ്കല്പം എന്ന നിലയിൽ അത് എല്ലാവരുടെയും പുസ്തകത്തിലുണ്ട്. എന്നാൽ ആരുടെയും പ്രയോഗത്തിൽ അത് ഇല്ലതാണ്. ഗാന്ധിയൻ സങ്കല്പങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അജണ്ടയായി സ്വീകരിക്കുന്ന കോൺഗ്രസ് എവിടെ? തൊഴിലാളി വർഗ സർവാധിപത്യം ലക്ഷ്യം വെക്കുന്ന ഇന്ത്യൻ വിപ്ലവം എന്ന സങ്കല്പം പോലും ചരിത്രത്തില് നിന്ന് എന്നോ മായ്ച്ചു കളഞ്ഞ ഇടതുപക്ഷം മുമ്പിലുള്ളപ്പോ ഒരു കിതാബിനകത്ത്, ഇപ്പൊ ഗുരുജി ഗോൾവാൾക്കറുടെ പുസ്തകത്തിനകത്ത് ഉണ്ട് എന്നതുകൊണ്ട് എങ്ങനെയാണ് അതിനെ എതിർക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഞാൻ ഡിബേറ്റ് ചോദിക്കുന്ന ഒരു ചോദ്യം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, രാഷ്ട്രീയ നിയമനങ്ങൾ. ഇപ്പോ BJP അധികാരത്തിൽ വരുമ്പോൾ അവരുടെ താല്പര്യം അനുസരിച്ച്, തീർച്ചയായും ഭരണകക്ഷിയുടെ താല്പര്യം അനുസരിച്ച് ഭരണകൂടത്തിന്റെ എല്ലാ കൈവഴികളിലും, ഇപ്പോ എക്സിക്യൂട്ടീവില്, ജുഡീഷ്യറിയില്, മാത്രമല്ല ഇപ്പൊ ചരിത്രത്തിൽ, സംസ്കാരത്തിൽ ഒക്കെ അവരുടെ നിയമനങ്ങൾ നടക്കും. പൊളിറ്റിക്കൽ നിയമനങ്ങളെ നിങ്ങൾ ഫാസിസം എന്ന് വിളിക്കുമ്പോൾ ഒരു അപകടം എന്താന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 50 കൊല്ലം ഭരിച്ചവർ അത് ചെയ്തിട്ടില്ലേ? കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവർ രാഷ്ട്രീയ നിയമനങ്ങൾ നടത്തുന്നില്ലേ? അപ്പൊ രാഷ്ട്രീയ നിയമനങ്ങളെ ഫാസിസം എന്ന് വിളിച്ച് ഒറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. സാമുദായിക ക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിലും അർത്ഥമില്ല. പിന്നെ ഭരണഘടനാ വിരുദ്ധമായി നടക്കുന്ന കാര്യങ്ങളെ ചെറുക്കാനും പ്രതിഷേധിക്കാനുള്ള മാർഗങ്ങൾ ജനാധിപത്യത്തിൽ അനവധിയുണ്ട്. അപ്പൊ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഹിന്ദു വർഗീയത വലിയ വിപത്താണ്, അത് മാത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപത്ത് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ, ആഗോളതലത്തിലും ദേശീയ തലത്തിലും സംസ്ഥാനത്തും ഒക്കെയുള്ള എല്ലാതരം വർഗീയതയെയും ഒരുപോലെ കാണേണ്ടതുണ്ട്. മുസ്ലിം വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് മറ്റൊരു വർഗീയതയെ നേരിടുക. ഇനി ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, രാജ്യത്തെ എല്ലാ സമുദായങ്ങൾക്കും ജാതികൾക്കും അവരുടെ ജാതിയുടെയും സമുദായത്തിന്റെയും പേരിൽ വർഗീയത വളർത്താനും പ്രചരിപ്പിക്കാനും ഒക്കെ അവസരമുള്ളപ്പോ ഹിന്ദു വർഗീയത മാത്രം പാടില്ല എന്ന് പറയുന്നതിനകത്തൊരു ജനാധിപത്യ വിരുദ്ധതയുണ്ട്. എനിക്ക് എല്ലാ വർഗീയതയെയും എതിർക്കാൻ അവകാശം പ്രധാനമാണ്. ഒരാൾക്ക് ഹിന്ദു വർഗീയവാദി ആവാനുള്ള അവകാശമുണ്ട്. ഞാൻ അതിനെ അതുപോലെയാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു തേർഡ് ആൾട്ടർനേറ്റീവ് ആയിട്ട് NDA അല്ലെങ്കിൽ BJP, നരേന്ദ്രമോദിയുടെ ഒരു ഉറപ്പ്, ഗ്യാരണ്ടി, പ്രതീക്ഷ, അതിനെ പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഡിബേറ്റ് കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും സമാധാനപരമായ സഹവർത്തിത്വം കൊണ്ടും ആരോഗ്യകരമായ സംവാദ സംസ്കാരം കൊണ്ടും മാറ്റിയെടുക്കേണ്ട ഒരു കാലത്താണ് നമുക്കുള്ളത്. അത് വളരെ സജീവമായി നടക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. ആ സംസ്കാരത്തെ ഒന്ന് ശക്തിപ്പെടുത്താൻ ഈ ചർച്ചയ്ക്ക് തീർച്ചയായിട്ടും സാധിക്കട്ടെ എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ശ്രീ അഡ്വക്കേറ്റ് പ്രശാന്ത് വി കുറുപ്പ്, ഇപ്പോൾ നമ്മൾ P. അഹമ്മദ് പറഞ്ഞ കാര്യം വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് എത്രത്തോളം സാധ്യമാകും എന്നറിയില്ല. കാരണം നമ്മുടെ കേരളത്തിന്റെ രീതി എന്ന് പറയുന്നത് നമ്മൾ പ്രബുദ്ധരെന്ന് പറയുകയും അതിന് നേരെ ഓപ്പോസിറ്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് മലയാളികൾ പൊതുവെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഒരുപക്ഷെ ഭാവിയിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും അദ്ദേഹം പറഞ്ഞതുപോലെ ചില മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമായിരിക്കും. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഇത്ര പെട്ടെന്ന് അതിലേക്ക് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. പക്ഷെ ഇവിടെ നമ്മൾ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ പ്രധാനമായും അതിലെ മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തന്നെയാണ്. ഇതിൽ മുസ്ലിം വിഭാഗം മാറാനുള്ള സാധ്യത നിലവിൽ കേരളത്തിൽ കാണുന്നുണ്ടോ? ഇല്ലെങ്കിൽ ക്രിസ്തീയ വിഭാഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? LDF-നോ UDF-നോ NDA-ക്കോ അനുകൂലമായിട്ട്? 2019 തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉള്ളത്. 2019 ന്യൂനപക്ഷ വോട്ടുകളെന്ന് മൊത്തത്തിൽ പറയാമായിരുന്നു.
പക്ഷെ ഇപ്പം 2024 ന്യൂനപക്ഷ വോട്ട് എന്ന് മൊത്തത്തിൽ പറയാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ചിന്താഗതിയും മുസ്ലിം വിഭാഗങ്ങളുടെ ചിന്താഗതിയും രണ്ടും രണ്ട് ലൈനിലായി വ്യത്യാസം വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പഴയ മൂന്നാം ശക്തിയായി കേരളത്തിൽ വരുന്ന BJP-യോട് പഴയ രീതിയിലുള്ള ഒരു എതിർപ്പില്ല. പ്രത്യേകിച്ച് PC ജോർജിന്റെ വരവ്, അനിൽ ആന്റണിയുടെ വരവ്, മൊത്തത്തിൽ മോഡിയോടുള്ള ഒരു താല്പര്യം, ഇത്തരത്തിൽ ക്രിസ്തീയ വിഭാഗങ്ങൾക്ക് ഈ 2024 തെരഞ്ഞെടുപ്പോടുകൂടി മോദിയോടുള്ള അല്ലെങ്കിൽ BJP ഗവൺമെന്റിനോടുള്ള ഒരു വലിയ വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഇല്ലാതെ വരികയും, എന്നാൽ മുസ്ലിം വിഭാഗത്തിൽ അത് കുറച്ചുകൂടി അതിനെ ആളിക്കത്തിക്കുന്നതിൽ കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് 2024 തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു പരിധിവരെ അത് ഹമാസ് അടക്കമുള്ള വിഷയങ്ങൾ, ഇസ്രായേൽ വിഷയങ്ങളിലടക്കം കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ ഇടത് വലത് മുന്നണികൾ സ്വീകരിച്ചിരിക്കുന്ന പല രാഷ്ട്രീയ നിലപാടുകളും യഥാർത്ഥത്തിൽ അത് ക്രിസ്തീയ വിഭാഗങ്ങളുടെ ഒരു വലിയ വിള്ളൽ, വോട്ട് ബാങ്കിൽ ഒരു വലിയ വിള്ളൽ വരുത്തുവാൻ കാരണമായിട്ടുണ്ട്. പിന്നെ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ 2019 നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി 2024 ആയപ്പോഴത്തേക്ക് ഭൂരിപക്ഷ വിഭാഗങ്ങൾ കുറച്ചുകൂടി ഈ മൂന്നാം ശക്തിയായ BJP-യോട് അടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഭൂരിപക്ഷ പ്രശാന്ത് ഒരു ചെറിയ ഞാൻ ഇടപെടുകയാണ്, ഒരു ചെറിയ കാര്യം കൂടി ചോദിച്ചോളട്ടെ. 2019 ശബരിമല പോലെയുള്ള വലിയ വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും താങ്കൾ ഈ പറയുന്ന ഭൂരിപക്ഷത്തിന്റെ വോട്ടിൽ ഒരു വലിയ ശതമാനം BJP-യിലേക്ക് പോയിരുന്നില്ല. BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. പക്ഷെ ആ വോട്ടുകൾ പോയത് സ്വാഭാവികമായി തന്നെ എപ്പോഴും സംഭവിക്കുന്നത് പോലെ തന്നെ UDF-ലേക്കും കുറച്ച് LDF-ലേക്കുമാണ് പോയത്. അപ്പോൾ ഈ 2024 വികസനത്തിന്റെ മാത്രം ഒരു മുൻനിർത്തിക്കൊണ്ട് ആ മഹാഭൂരിപക്ഷം വരുന്ന ഒരു സമുദായം ഈ BJP-യിലേക്ക് അല്ലെങ്കിൽ NDA-യിലേക്ക് നീങ്ങും എന്ന് പറയുന്നതിൽ എത്രത്തോളം അർത്ഥവത്താണ് കാര്യം? അല്ല, ശബരിമല എന്ന് പറയുന്നത് ഒരു ശബരിമല വിഷയത്തെക്കാട്ടിൽ വളരെ ഏറെ പ്രാധാന്യമുള്ള വിഷയമാണ്. ഈ BJP ഗവൺമെന്റ് നടപ്പിലാക്കിയോ ഇല്ലയോ എന്നുള്ളത് ചോദ്യങ്ങൾക്ക് വിധേയമാക്കേണ്ട കാര്യമാണെങ്കിലും മോദി ഫാക്ടർ എന്ന് പറയുന്ന മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ അടിക്കിടെയുള്ള കേരള സന്ദർശനങ്ങൾ, അത് തന്നെയല്ല ഈ തുടർ ഭരണം, മൂന്നാമത് ഭരണം, 400 സീറ്റിൽ കൂടുതലുമായിട്ട് അവർ അധികാരത്തിൽ വരുമോ എന്നുള്ളൊരു പ്രൊപ്പഗൻഡ ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്നുണ്ട്. ഒരു പരിധിവരെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണമായും അവർക്ക് അനുകൂലമാണ്. ഇപ്പം കേരളത്തിലെ 2019 ശബരിമല ആളിക്കത്തി നിന്ന സമയത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. തുടർ ഭരണവുമായി വീണ്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കുവാൻ, അല്ലെ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിന്റെ പടിവാതിക്കലാണ് ഭൂരിപക്ഷ സമുദായം 2024 ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിൽ തീരെ ചെറുപ്പക്കാരായ കൊച്ചു കുട്ടികൾക്ക് പോലും, ഈ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഭവനങ്ങളിലെ കൊച്ചു കുട്ടികൾ പോലും ഒരു പരിധിവരെ മോദി ഫാക്ടർ എന്ന് പറയുന്ന ഒരു വലിയ മോദി ഫാൻസായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അങ്ങനെ വരുത്തി തീർക്കുന്നില്ല. കേരളം ഒരു വ്യത്യസ്തമായ സംസ്ഥാനമാണെന്ന് ചർച്ചയിൽ ആമുഖമായി തുടക്കമിട്ട രാഷ്ട്രീയ നിരീക്ഷകൻ കൂടി അദ്ദേഹം പറഞ്ഞു. പക്ഷെ എങ്കിൽ പോലും ഈ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിൽ കേരളത്തിലെ വലത് ഇടത് മുന്നണികൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. കാരണം ഇവരുടെ ഒരു വലിയ പ്രൊപ്പഗൻഡയിലാണ് കേരളത്തിൽ പിന്നെ ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത്. പിന്നെ ശ്രീ പ്രശാന്ത്, കേരളത്തിൽ ഈ കേരളത്തില് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് കൊണ്ട് മാത്രം, നമുക്ക് ഭൂരിപക്ഷ സമുദായം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി NDA പിന്തുണയ്ക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ആ ഒറ്റക്കെട്ടായിട്ട് ഈ ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾ കൊണ്ട് മാത്രം കേരളത്തിൽ BJP-ക്ക് ജയിച്ച് കയറാൻ പറ്റുന്ന ഏത് മണ്ഡലമാണുള്ളത്? ഈ 20 ലോക്സഭാ മണ്ഡലത്തിൽ ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾ മാത്രം കൊണ്ട് BJP-ക്ക് ജയിച്ച് കയറാൻ കഴിയുന്ന ഏത് മണ്ഡലമാണുള്ളത്? അല്ല, ഞാൻ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നോ കേരളത്തിൽ അല്ല, അങ്ങനല്ല. അതായത് അതല്ല, ഈ ഭൂരിപക്ഷ വോട്ടുകൾക്കൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകളെ കൂടി ചേർത്ത് നിർത്തി മുൻപോട്ട് പോകുമ്പോൾ മാത്രമാണ് കേരളത്തിൽ എന്തെങ്കിലും സാധ്യത BJP-ക്ക് ഉള്ളൂ എന്നുള്ള കാര്യം BJP കൂടെ തിരിച്ചറിയുന്നുണ്ട് എന്ന് തോന്നുന്നു. അതിന്റെ കൊണ്ടായിരിക്കണം ഒരുപക്ഷെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തീയ വിഭാഗത്തിന് അവര് വലിയ രീതിയിൽ കേരളത്തിൽ നോട്ടമിടുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, അടുത്ത സമയത്തുള്ള പല ക്രിസ്ത്യാനികളെ ബാധിക്കുന്ന പലതരത്തിലുള്ള വിഷയങ്ങളിലും കേരളത്തിലെ മുന്നണി സംവിധാനത്തിൽപ്പെട്ട CPM-ഉം കോൺഗ്രസും നേതൃത്വം നൽകുന്ന മുന്നണികൾ അവരോട് നീതി പുലർത്തുന്നില്ല എന്നൊരു മനസ്സിലൊരു ആശങ്ക ക്രിസ്തീയ വിഭാഗങ്ങൾക്കിടയിൽ വളരെ പ്രബലമാണ്. ഒരു പരിധിവരെ അത് ആ
ചിന്താഗതി തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെ വോട്ട് മാറുമെന്നുള്ളതാണ് കേരളം പ്രധാനമായും ചർച്ച ചെയ്യേണ്ട ഒരു അതെ പ്രധാനപ്പെട്ട അതെ വിഷയം. അതെ അത് തന്നെയാണ് നമ്മുടെ പ്രധാന പോയിന്റ്. പത്തനംതിട്ടയിൽ ഒരു പരിധി വരെ PC ജോർജ് ആയിരുന്നെങ്കിൽ പത്തനംതിട്ടയിൽ ഒരു പരിധി വരെ, കാരണം ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടും ക്രിസ്തീയ സമുദായത്തിന്റെ വോട്ടും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു വിജയത്തിന് സാധ്യത ഉണ്ടായിരുന്നു. അനിൽ ആന്റണിക്ക് അത്രയും വലിയ, പക്ഷെ എന്നാൽ പോലും കേരളത്തിലെ പല മണ്ഡലങ്ങളിലും പഴയ 2019 തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തി മാത്രം 2024 തെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിയില്ല. BJP പിടിക്കുന്ന വോട്ടുകൾ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും. ശ്രീ ധനുഷ്, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളായിട്ട് അവർ പറയുന്ന എല്ലാ മണ്ഡലത്തിലും ജയപരാജയം നിർണ്ണയിക്കുന്ന നിർണായക ഘടകമായി മാറുന്ന ഈ ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ്. അത് മുസ്ലിം വോട്ടുകളായാലും ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ടുകളായാലും ആ വോട്ടുകൾ തന്നെയാണ് നിർണായകം. ആ വോട്ടുകളിൽ ഈ 2024 ആകുമ്പോഴേക്കും അതിലെ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അല്ല ബിജു, ഇവിടെ ആദ്യം തന്നെ അഹമ്മദ് സാറ് പറഞ്ഞതിനോട് ഞാനൊന്ന് വിയോജിച്ചോട്ടെ. കാരണം ന്യൂനപക്ഷ വർഗീയവാദി ആകാൻ ഒരാൾക്ക് അർഹതയുള്ളതുപോലെ തന്നെ ഹിന്ദു ഭൂരിപക്ഷ വർഗീയവാദി ആകാൻ ഒരാൾക്ക് അർഹതയുണ്ടെന്ന് സാറ് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു. കാരണം നമ്മളെല്ലാവരും വർഗീയവാദികളാകാനാണോ സാറേ ശ്രമിക്കുന്നത്? നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് നമ്മുടെ സഹിഷ്ണുതയുടെ ഭൂമിയല്ലേ. ഇവിടെ ന്യൂനപക്ഷ വർഗീയവാദം ഉണ്ടായിക്കൊള്ളട്ടെ, അതിനെ നമ്മൾ നിയമപരമായി നേരിടണം. മറിച്ച് ഭൂരിപക്ഷ വർഗീയവാദം നമ്മൾ ആളിപ്പടർത്തുന്നതിൽ BJPക്ക് ഒരു വലിയൊരു പങ്കുണ്ട് എന്നുള്ള കാര്യം സാറിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സാറ് ഈ പൂക്കാസയിലൊക്കെ പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി പറയുകയാണ്. അതിനോട് ഞാൻ ആദ്യം ഒന്ന് വിയോജിച്ചു കൊള്ളട്ടെ. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ ഈ ഹിന്ദു മുസ്ലിം ഒരു ധ്രുവീകരണം BJPക്ക് ഒരിക്കലും സാധ്യമാകില്ല. അങ്ങനെ സാധ്യമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിൽ ഇവർ ഉത്തരേന്ത്യയിൽ BJP നടത്തുന്നത് എന്താണ്? മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഹിന്ദു മുസ്ലിം ധ്രുവീകരണം നടത്തിയാണ് BJP അധികാരത്തിലേറുന്നത്. മുസ്ലിങ്ങൾ നമ്മുടെ എതിരെ നിൽക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ഹിന്ദുക്കളെല്ലാം പറഞ്ഞ് ഭയപ്പെടുത്തി ഒരു ഭൂരിപക്ഷ ഏകീകരണം നടത്തിയാണ് ഇവരെല്ലാം അധികാരത്തിലേറുന്നത്. കേരളത്തിൽ BJPക്ക് ഇത് നടത്താൻ കഴിയുന്നത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെ ഇടയിൽ കഴിയില്ല. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഇടയിൽ ഇവർക്കത് സാധിക്കും. അതിന്റെ ഒരു തിക്തഫലമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഈ ചർച്ച എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. നമ്മൾ ഇവിടെ ക്രിസ്ത്യാനികളുടെ വോട്ടുകൾ മുഴുവൻ BJPയുടെ പോക്കറ്റിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ വിലയിരുത്തൽ അഹമ്മദ് സാറേ, സത്യമായിട്ടും എനിക്ക് തോന്നുന്നില്ല ക്രിസ്ത്യാനികളുടെ വോട്ട് ഇത്തവണയും BJPക്ക് ചാക്കിട്ട് പിടിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പല കാരണങ്ങളുണ്ട്. നമ്മളിപ്പോ നിങ്ങൾ എന്തൊക്കെ, അതായത് BJP എന്തൊക്കെ തക്കിട തരികിട കാണിച്ചാലും, BJP എന്തൊക്കെ ഗിമിക്സ് ഇവിടെ കാണിച്ചു കഴിഞ്ഞാലും ക്രിസ്ത്യൻ വോട്ട് നിങ്ങളുടെ ഭാഗത്തേക്ക് വരില്ല. കാരണം കേരളം ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം പുലർത്തിയിരുന്ന ഒരു വലിയൊരു മതനിരപേക്ഷതയുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളും അത് കൈവിട്ടാലും കേരളം അത് കൈവിടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉദാഹരണം, നമുക്ക് തിരുവനന്തപുരം മണ്ഡലം എടുത്തു നോക്കാം. തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ അതിഗംഭീരമായിട്ടുള്ള ഒരു തേരോട്ടം നടത്തുകയാണ് എന്ന് പല വാർത്താ മാധ്യമങ്ങളും പറയുമ്പോഴും ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, രാജീവ് ചന്ദ്രശേഖരൻ അവിടെ ജയിക്കാൻ പോകുന്നില്ല. 1.5 ലക്ഷത്തോളം ക്രിസ്ത്യൻ തീരദേശ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുന്നത്. ഈ ക്രിസ്ത്യൻ തീരദേശ വോട്ടുകൾ മുഴുവൻ രാജീവ് ചന്ദ്രശേഖരന്റെ പോക്കറ്റിൽ എത്തുമെന്നാണോ കണക്ക് കൂട്ടുന്നത്? സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖരൻ തീരദേശത്തേക്ക് പോകുമ്പോൾ ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രകടനം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. വൈകാരികമായിട്ട് ജനങ്ങൾ രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യിൽ പിടിക്കുന്നു, മുക്കുവ സ്ത്രീകൾ രാജീവ് ചന്ദ്രശേഖരനെ കെട്ടിപ്പിടിക്കുന്നു, എന്റെ വോട്ട് താങ്കൾക്കാണെന്ന് പറയുന്നു. പക്ഷെ അവിടെയുള്ള സഭ പറയുന്നതിന് അപ്പുറം ഇവർ പോകില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ 1.5 ലക്ഷം വോട്ടുകൾ അവിടെയുള്ള സഭ പറയും നിങ്ങൾ ആർക്കാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അവരൊരിക്കലും BJPയെ പിന്തുണയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ സഭ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കും. ഇനി പത്തനംതിട്ടയിലേക്ക് വരാം. പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ സുരേന്ദ്രൻ 3-ാം സ്ഥാനത്തായില്ലേ? സുരേന്ദ്രൻ എത്ര വോട്ടുകളാണ് പിടിച്ചത്? വോട്ടുകൾ ഇവിടെ നിൽക്കാൻ പോകുന്നത്, അതായത് ഇവിടെ ക്രിസ്ത്യാനികൾ, ഇവിടെ നമ്മുടെ ക്രിസ്ത്യൻ വോട്ടുകൾ UDFിലേക്കും ഹിന്ദു വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ ഹിന്ദു വോട്ടുകൾ ഇവിടെ LDFിലേക്കും പരമ്പരാഗതമായി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ പത്തനംതിട്ടയിൽ ക്രിസ്ത്യൻ വോട്ടുകൾ അതിഭീകരമാണ്. കഴിഞ്ഞ തവണ CPMന്റെ വീണ ജോർജ് 2-ാം സ്ഥാനത്തെത്തി. 44,000 വോട്ടിന്റെ മാർജിനിലാണ് അവിടെ ആന്റോ ആന്റണി അവിടെ വിജയിക്കുന്നത്. അപ്പൊ ഇത്രയും സുരേന്ദ്രൻ 3-ാം സ്ഥാനത്തെത്തി.
ഇത്തവണ അനിൽ ആന്റണിയാണ് അവിടെ പയറ്റി തെളിയാനായിട്ട് അത് പി സി ജോർജ് വന്ന് നിന്നാൽ പോലും അവിടെ ജയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇത്രയും വോട്ടിന്റെ മാർജിൻ അവിടെ കിടപ്പുണ്ട്. കാസർഗോഡേക്ക് വരൂ നിങ്ങൾ. കാസർഗോഡ് ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. സുരേന്ദ്രൻ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് നിന്ന് ചെറിയ വോട്ടുകൾക്ക്, എനിക്ക് തോന്നുന്നു 83-84 വോട്ടുകൾക്ക്, 100 സംതിങ് വോട്ടുകൾക്ക് തോറ്റുപോയ മണ്ഡലമാണത്. പക്ഷെ കാസർഗോഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ 30% മുസ്ലിം വോട്ടുകളുണ്ട്. അതാണ് ഗതി നിർണ്ണയിക്കുന്നത്. ഹിന്ദുക്കൾ അവിടെ വിഘടിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് അവരെ ഏകീകരിക്കാനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വർഗീയത അവിടെ പയറ്റാനായിട്ട് വർഗീയത അവർ ഏൽക്കില്ല. അത് 100% ഞാനത് ഗ്യാരണ്ടി തന്നെ. പിന്നെ പാലക്കാടേക്ക് വരൂ. പാലക്കാടും ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്, മുസ്ലിം വോട്ടുകൾ അതിഭീകരമായിട്ട് 30% ഉണ്ട്. അത് അവിടെയും ഗതി നിർണ്ണയിക്കുന്നത് ന്യൂനപക്ഷങ്ങളാണ്. ഇനി തൃശ്ശൂരേക്ക് വരാം. തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കുമെന്ന് നിങ്ങൾ പലരും പറയുന്നു. എനിക്ക് തൃശ്ശൂര്, ഇതൊക്കെ എന്റെ വിലയിരുത്തലുകളാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളാണല്ലോ രാജാവ്, അവര് തീരുമാനിക്കട്ടെ. തൃശ്ശൂര് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അവിടെ ഒരു 2 ലക്ഷത്തിന് മേലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. അതിന്റെ ഒരു അതിഭീകരമായിട്ടുള്ള ഒരു പെടാപ്പാടാണ് ബി ജെ പി സുരേഷ് ഗോപി അവിടെ കിടന്ന് കാണിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കും. സുരേഷ് ഗോപി നല്ല മനുഷ്യനായിക്കോട്ടെ, സുരേഷ് ഗോപി നല്ല വ്യക്തി ആയിക്കോട്ടെ എന്നാണ് പലരും പറയുന്നത്. നല്ല വ്യക്തിയാണെങ്കിൽ നമുക്ക് സുരേഷ് ഗോപിയെ വിളിച്ചുകൊണ്ടുപോയി ഒരു ഊണും ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തിരുത്താം. എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടാം. നല്ല വ്യക്തികളെ നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ. നമുക്ക് വേണ്ടത്, ഇപ്പോ അഹമ്മദ് മാഷ ആദ്യം പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ ഒന്നുകൂടെ വിയോജിക്കുകയാണ്. വികസനം കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റില്ല. എന്റെ പൊന്നു സാറേ, ഈ വികസനം ഉണ്ടെങ്കിലും നമുക്ക് മനസമാധാനം ഇല്ലെങ്കിൽ തീർന്നില്ലേ? നമുക്ക് മനസമാധാനമാണല്ലോ വികസനത്തിനെക്കാട്ടിലും വേണ്ടത്. വികസനം വേണമില്ലെന്ന് പറയുന്നില്ലേ, ഈ വികസനം ഉണ്ടായിട്ട് നമുക്ക് മനസമാധാനം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ഗുണമാണ് നമുക്കുള്ളതെന്ന് എനിക്കൊന്ന് സാറിനോട് എനിക്കൊന്ന് ചോദിക്കണം. കേരളത്തിലെ മനസ്സമാധാനക്കേടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സമാധാനക്കേട് കേരളത്തില് അല്ല വികസനം ഞാൻ പറയൂ. സാറ് വികസനത്തിൽ ആദ്യം തന്നെ പറഞ്ഞു കേരളത്തിൽ ചെലവാകില്ല. അതെ കേരളത്തിൽ ചെലവാകില്ല. ഞാനും ബി ജെ പിയുടെ വക്താവല്ല. ഞാൻ അഹമ്മദ് മാഷ് അല്ല സാറേ. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണ് സാറേ, വികസനം കൊണ്ടുവന്ന ശേഷം രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്തോ ആയിക്കോട്ടെ, ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇവിടെ സൃഷ്ടിച്ചത് ആരാണ്? ബി ജെ പി അല്ലേ? ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇവിടെ ക്രിസ്ത്യാനികളും ഈ മുസ്ലിങ്ങളും തമ്മിൽ തല്ലണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? ബി ജെ പി അല്ലേ? ന്യൂനപക്ഷം അത്യന്തം അപകടകരമാണ് ഭൂരിപക്ഷ വർഗീയതയും. ഈ ഭൂരിപക്ഷ വർഗീയത ഒരു കാര്യം പറയട്ടെ. ഈ ഭൂരിപക്ഷ വർഗീയത ഇവിടെ എപ്പോഴാണ് ഉണ്ടായത്? നമ്മൾ സഹിഷ്ണുതയുടെ നാടല്ലേ? ഇവിടെ ഭൂരിപക്ഷ വർഗീയത എപ്പോഴാണ് ഉണ്ടായത്? സാറൊന്ന് പറഞ്ഞു തരൂ എനിക്ക്. സാറൊന്ന് പറഞ്ഞു തരൂ. നമ്മൾ സഹിഷ്ണുതയുടെ നാട്, ഇവിടെ ഭൂരിപക്ഷ വർഗീയത എപ്പോഴാണ് ഇവിടെ ഉണ്ടായത്? അതാണ് എന്റെ ഒരു ചോദ്യം. ഭൂരിപക്ഷ വർഗീയത എപ്പോഴാണോ? കേരളവും എന്ത് മതനിരപേക്ഷമായിട്ട് ചിന്തിച്ചുകൊണ്ടുള്ള മണ്ണാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും ഒരു ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് കേരളത്തിൽ, ഇല്ലേ? ആ യാഥാർത്ഥ്യമാണ്. അത് വെച്ച് അവരെ ധ്രുവീകരിച്ച് വോട്ട് പിടിക്കാനല്ലേ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് കഷ്ടമാണിത്. അത് സാറൊന്ന് ചിന്തിച്ചു. അല്ല, അതിന് ഒരു ഉദാഹരണം മാത്രം പറയാം. ഹമാസിന്റെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവതി എന്ന് പറഞ്ഞതിന് ശേഷം മണിക്കൂറുകൾക്കകം തന്നെ അത് തിരുത്തി പ്രസ്താവന ഇറക്കി എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്നതിന്റെ ഏറ്റവും വലിയ വ്യക്തമായ ഉദാഹരണമല്ലേ അത്? ഇതൊന്നും ജനങ്ങൾ കാണുന്നില്ല എന്നാണോ സുഹൃത്തുക്കൾ നിങ്ങൾ പറയുന്നത്? ഇത് കാണുന്നില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഒരു പാർട്ടിയുടെ വക്താവല്ല. അതിനെ അവര് നിയമപരമായിട്ട് നേരിട്ടെ. അവര് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വർഗീയത പറയുന്ന വേറൊരാളെ തന്നെ ഓപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ വർഗീയത പറയുന്ന വേറൊരാളെ ഓപ്റ്റ് ചെയ്യുന്നതിനാണ്. ഇവിടെ അവര് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭൂരിപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന ഒരാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിനോട് എനിക്ക് തീർത്തും യോജിപ്പില്ല. ഒരു തേർഡ് ഓൾട്ടർനേറ്റീവ് കേരളത്തിന് വേണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ധനുഷ, ഞാൻ നിങ്ങളിലേക്ക് വരാം. പി എ അഹമ്മദ്, ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇവിടെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ, അത് സംഘടിത വോട്ടുകൾ തന്നെയാണ്, അത് തന്നെയാണ് വിധി നിർണ്ണയിക്കുന്നത്. ഇവിടെ രണ്ടായി തന്നെ നമുക്ക് അതിനെ കാണേണ്ടി വരും. കാരണം ഒന്ന് മുസ്ലിം സമുദായത്തിന്റെ വോട്ട്, ഒന്ന് ക്രിസ്ത്യൻ സമുദായത്തിന്. ഈ മുസ്ലിം സമുദായം ചിന്തിക്കുന്ന രീതിയിൽ പലപ്പോഴും ക്രിസ്ത്യൻ സമുദായം ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത് 1-2 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഏത് പാർട്ടിയിൽ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. കാരണം ആ സമുദായത്തിന് എന്ത് ഗുണം ഉണ്ട് അതുകൊണ്ട്. കാരണം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ എല്ലാ സമുദായങ്ങളും നടത്തുന്നുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനൊക്കെ കേന്ദ്ര സർക്കാരിന്റെ സഹായം ആവശ്യമുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ സഹായങ്ങൾ ആവശ്യമുണ്ട്. കാരണം സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ സഹായങ്ങൾ ഇല്ലാതെ ഒരു സമുദായത്തിനായാലും ഒരു മതത്തിനായാലും ഈ രാജ്യത്ത് മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇവരുടെയൊക്കെ അനവധി സ്ഥാപനങ്ങൾ മറ്റും നടക്കുന്നുണ്ട്. ഇവിടെ രണ്ട് രീതിയിൽ നടക്കുന്നത്. അത് ഒരിടത്ത് അന്ധമായ ഒരു ഹിന്ദു വിരോധം കുത്തിവെച്ചുകൊണ്ട് ഒരു സമുദായത്തിന്
വോട്ട് ബാങ്ക് ആക്കി നിർത്തിക്കൊണ്ട് BJPക്ക് എതിരെ വോട്ട് ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നു. മറുഭാഗത്തുള്ള ഒരു സമുദായമാകട്ടെ തങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നതാരാണോ അവർക്ക് വോട്ട് ചെയ്യണം എന്ന രീതിയിലേക്ക് മാറും. അങ്ങനെ ഈ സംഘടിത വോട്ട് ബാങ്കിനുള്ളിൽ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ചിന്താഗതികളാണ്. ഈ രണ്ട് ചിന്താഗതികൾ കൂട്ടി നോക്കുമ്പോൾ, കാരണം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ വരണമെന്ന് ചിന്തിച്ചത് കൊണ്ടാണല്ലോ 2019 ഒരു വലിയ ഏകീകരണം കേരളത്തിൽ ഉണ്ടാകുകയും 19 സീറ്റ് UDF നേടുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇതിൽ ഏതെങ്കിലും ഒരു സമുദായം തങ്ങൾക്ക് നേട്ടമുണ്ടാകാൻ ഇവർ അധികാരത്തിൽ വന്നാൽ നന്നായിരിക്കുമെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ടോ? അഹമ്മദ് കേൾക്കുന്നുണ്ടോ? എന്നോടാണോ? ഓക്കെ, ഞാൻ എന്റെ നെറ്റ് ഒന്ന് ബ്രേക്ക് ആയിപ്പോയി, സോറി. അപ്പോ ഞാൻ ആദ്യം ബിജുവിന്റെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ധനുഷ് ചന്ദ്രൻ, അതെ ധനുഷ്, ഒരു തെറ്റിദ്ധാരണ വന്നു തോന്നുന്നു അദ്ദേഹത്തിന്. ഞാൻ ഒരു വർഗീയതയെയും അനുകൂലിക്കുന്ന ആളല്ല എന്ന് മാത്രമല്ല എല്ലാ വർഗീയതയെയും നിശ്ചിതമായി വിമർശിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞത് ഒരു ഡിബേറ്റിൽ ഇപ്പൊ ഹിന്ദു വർഗീയതയെ മാത്രം കേന്ദ്രീകരിച്ച് അത് മാത്രമാണ് വിപത്ത് എന്ന് പ്രചരിപ്പിക്കുന്നവരോടുള്ള മറുപടിയാണ്. അത് ലെഫ്റ്റിനും ബാധകമാണ്, UDFനും ബാധകമാണ്. നിങ്ങൾ ഒരു വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് മറ്റൊരു വർഗീയതയെ നേരിടാൻ പോകുമ്പോൾ ഓർക്കേണ്ടത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. ഒരു വർഗീയവാദിക്ക്, ന്യൂനപക്ഷ വർഗീയവാദിക്ക് വർഗീയവാദിയാവാൻ അവകാശമുള്ളതുപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയവാദിക്കും അതിനുള്ള അവകാശമുണ്ട് എന്ന് ജനാധിപത്യപരമായി പറഞ്ഞാണ് ഞാൻ. സാറിനെ പോലെ ഒരാൾ പറയേണ്ടത് ന്യൂനപക്ഷ വർഗീയവാദത്തെ നിയമപരമായി നേരിടണം, ഒരിക്കലും ഭൂരിപക്ഷ വർഗീയവാദം പാടില്ല എന്നാണ് എന്റെ പോയിന്റ്. എന്നതാണ് എന്റെ പോയിന്റ്. ഞാൻ പറഞ്ഞോട്ടെ, തീർച്ചയായിട്ടും ആ പറഞ്ഞതിനോട് എനിക്ക് സാറിന്റെ ഉദ്ദേശശുദ്ധിയെ കുറിച്ചൊന്നും എനിക്ക് വിയോജിപ്പില്ല. പറഞ്ഞ കാര്യം എന്നെ തെറ്റിദ്ധരിക്കരുതെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. എല്ലാ വർഗീയതയെയും നിയമപരമായും ഭരണഘടനാപരമായും നേരിടുകയാണ് വേണ്ടത്. അതിനെ കത്തിയും വാളും എടുത്തുകൊണ്ട് നേരിടാൻ പോകുന്നത് ഫാസിസമാണ്. ഒന്ന് വർഗീയ ഫാസിസം ആണെങ്കിൽ മറ്റൊന്ന് പൊളിറ്റിക്കൽ ഫാസിസമാണ്. രണ്ടും ഫാസിസമാണെന്നാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരു കാര്യം കൂടി നേരത്തെ ചർച്ചയിൽ അഡ്വക്കേറ്റ് പ്രശാന്ത് ആരാ സൂചിപ്പിച്ചത് എനിക്കറിയില്ല, ഓർമ്മ ഞാൻ പകുതിയെ കേട്ടുള്ളൂ. ന്യൂനപക്ഷ ഇപ്പോ സംഘപരിവാർ വന്നതുകൊണ്ട് ഉണ്ടായതല്ല സാർ ഇന്ത്യയിലെ ന്യൂനപക്ഷ വർഗീയത. അങ്ങനെയാണ് ചരിത്രം അങ്ങനെ അതിന് നീതി നൽകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ വർഗീയമായ രാഷ്ട്രീയ സംഘടന മുസ്ലിം ലീഗാണ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഉണ്ടാകുന്ന 1906-ലാണ്. അതിനുശേഷം എത്രയോ കഴിഞ്ഞിട്ടാണ് 1930 ഹിന്ദു മഹാസഭ പോലും ഉണ്ടാകുന്നത്. 24-ലാണ് RSS ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് ഭൂരിപക്ഷ വർഗീയത ഉണ്ടായതുകൊണ്ട് ഉണ്ടായി വന്ന ഒരു ബൈ പ്രോഡക്റ്റ് ഒന്നും അല്ല ഇന്ത്യയിലെ ന്യൂനപക്ഷ വർഗീയത. ആഗോളതലത്തിലെടുത്ത എല്ലാ മതസമുദായങ്ങളുടെയും പേരിലുള്ള വർഗീയത ചരിത്രത്തിലുണ്ട്. അത് ഒന്നുണ്ടായതല്ല. അതിനകത്ത് ആശയപരമായി തന്നെ അതിന് വേരുകളുണ്ട് എല്ലാ വർഗീയതക്കും. പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങൾക്കകത്ത് പരസ്പരമുള്ള വിദ്വേഷവും വെറുപ്പും അതിന്റെ ബീജത്തിൽ തന്നെ ഉണ്ട്. അതൊന്ന്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ അതും കൂടി ചേർത്ത് പറഞ്ഞിട്ട്, ഇപ്പോ എങ്ങനെയാണ് ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമുദായത്തെ സ്വാധീനിക്കേണ്ടത് എന്ന് ആലോചിക്കുന്നവരുണ്ടാവും. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ സമുദായത്തെ വർഗീയമായിട്ട് ഇപ്പോ ഈ കേരളത്തിൽ പയറ്റുന്ന ഒരു രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആഗോളതലത്തിൽ നിലവിലുള്ള ഇസ്ലാമോഫോബിയ ഇന്ത്യയിലേക്ക് പറിച്ചു നട്ടുകളയാമെന്ന് വിചാരിക്കുകയാണ്. അതെന്താണ്? മുസ്ലിം ക്രിസ്ത്യൻ വിരോധമാണ് ആഗോളതലത്തിലുള്ള ഇസ്ലാമോഫോബിയയുടെ അടിസ്ഥാന കാരണം. അതിനും തുടക്കക്കാർ, കൃത്യമായി ഞാൻ പറയട്ടെ, ഇസ്ലാമോഫോബിയ എന്ന ആഗോള പ്രതിഭാസത്തിന്റെ തുടക്കക്കാർ മുസ്ലിം ഭീകരവാദികളാണ്. എന്താ തർക്കമായിട്ടുള്ളത്? ആർക്കെങ്കിലും എന്നോട് വിയോജിക്കാൻ പറ്റൂ? ഡിബേറ്റ് ചെയ്യാൻ പറ്റൂ? പക്ഷേ അതുകൊണ്ട് ആഗോളതലത്തിലുള്ള ആ ചിത്രം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയല്ല വേണ്ടത്. ഇന്ത്യയുടെ ഒരു കൾച്ചറും ഇന്ത്യയുടെ ഒരു മഹത്വവും ഇന്ത്യയുടെ ഒരു വിശാലമായ മാനവികമായ ഒരു സംസ്കാരത്തിലേക്കും ഇന്ത്യയെ കൊണ്ടുവരികയാണ്. അങ്ങനെ വരുമ്പോൾ ഇൻക്ലൂസീവാണ് ഇന്ത്യയുടെ കൾച്ചർ. അത് കലാപത്തിൻ്റെതല്ല. നേരത്തെ ധനുഷ് സാർ എന്നെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനസ്സമാധാനമാണ് പ്രധാനം, വികസനമല്ല. വികസനത്തെക്കാളും പ്രധാനമാണത്. അപ്പൊ മനസ്സമാധാനത്തിന് അങ്ങനെയല്ല. വികസനം വന്ന ശേഷം മനസ്സമാധാനം ഇല്ലെങ്കിൽ എന്താണ് അതിന് ഒരു പ്രാധാന്യം എന്നാണ് ഞാൻ ചോദിച്ചത്. റൈറ്റ്. ശരിയായ ചോദ്യമാണ്. നമുക്ക് വികസനം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. മനസ്സമാധാനത്തോടെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റണം. മറ്റു പല രാജ്യങ്ങളുമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും അടുത്ത സമയത്തായിട്ട് കാണുന്നില്ല. ജമ്മു കാശ്മീർ പിന്നെ BJP ഗവൺമെന്റ് തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ജമ്മു കാശ്മീർ പ്രശ്നത്തെ ഒരു പരിധിവരെ അവർക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആസാമിലെ ബോർഡോ കലാപകാരികളുടെ വിഷയമെടുത്താൽ, നക്സലേറ്റുകളുടെ വിഷയമെടുത്താൽ, നമ്മൾ ഒരു വശത്ത് ഹിന്ദു വർഗീയത പറയുമ്പോൾ ആ വർഗീയമാണെന്ന് തന്നെ സമ്മതിക്കുന്നതോടൊപ്പം തന്നെ വേറൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം കൂടി കാശ്മീർ പ്രശ്നം, അതുപോലെ തന്നെ ചൈനീസ് കടന്നുകയറ്റം, ഇതിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കും.
നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം അല്ല കണ്ടെത്തുവാൻ പ്രശാന്ത് സാറേ കഴിഞ്ഞ പ്രശാന്ത് സാറേ ഗവൺമെന്റിന് ഞാനൊരു കാര്യം ഏതാ- ചോദിക്കട്ടെ? ഏതായാലും ഇതൊക്കെ നമ്മുടെ ചർച്ച വളരെ പെട്ടെന്ന് ധനുഷ് വളരെ പെട്ടെന്ന് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കാനുള്ള ഇതൊക്കെ സമയം വളരെ ഇതൊക്കെ പെട്ടെന്ന് ചുരുങ്ങിയ വാക്കുകൾ. ഇതൊക്കെ നമ്മുടെ രാജ്യസുരക്ഷയുടെ ഭാഗമായിട്ടാണ്. അതിലൊന്നും എനിക്ക് വിയോജിപ്പില്ല. എങ്കിലും ഞാൻ അഹമ്മദ് സാറ് പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. സാറേ, മുസ്ലിം വർഗീയതയാണ് ഇന്ത്യയിൽ തുടക്കമിട്ടതെന്ന് പറയുന്നു. അപ്പൊ അതിന്റെ ചുവട് പിടിച്ച് നമ്മൾ ഹൈന്ദവ വർഗീയത കൂടെ ഇവിടെ അത് ആളി കത്തിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു ഭൂരിപക്ഷമാണ്. 100 കോടിയിലേറെ ജനങ്ങൾ ഹിന്ദു വിഭാഗക്കാരുണ്ട്. ഈ 100 കോടിയിലേറെ ജനങ്ങൾക്കുള്ളിൽ ഈ ഒരു വർഗീയതയുടെ വിത്തുകൾ ആളി കത്തിക്കാൻ നോക്കിയാൽ ആര് വർഗീയത സ്റ്റാർട്ട് ചെയ്താലും ഇത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് സാറിനൊന്ന് സങ്കല്പിക്കാവുന്നതല്ലേ ഉള്ളൂ. ഏതായാലും നമ്മുടെ ഈ ചർച്ച അവസാനിപ്പിക്കാൻ അമൽ സാർ വളരെ ചുരുങ്ങിയ വാക്കുകൾ, ഒരു മറുപടി, വളരെ ചുരുങ്ങിയ വാക്കുകൾ. ഏതാനും സെക്കൻഡുകൾ മതി സാർ. വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു വർഗീയത ആര് തുടങ്ങി വെച്ചാലും അതിന് ബദൽ വർഗീയതയല്ല. എനിക്ക് തോന്നുന്ന നിർദ്ദേശം വെക്കാനുള്ളത്, തീർച്ചയായിട്ടും ഇപ്പോ എല്ലാവർക്കും ആ ഒരു ബോധ്യം കേരളത്തിലെങ്കിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലും അത് വരേണ്ടതാണ്. ഇന്ത്യയുടെ ഒരു കൾച്ചർ അതാണ്, ഇൻക്ലൂസീവ് ആണ്, എല്ലാവരെയും ചേർത്ത് പിടിച്ച്. ജവഹർലാൽ നെഹ്റു അന്നുണ്ടായിരുന്ന 2 വർഗീയതകളെ ചേർത്ത് പിടിച്ച ഒരു സംസ്കാരമുണ്ട്. നെഹ്റു പറഞ്ഞത്, ഞാൻ ഹിന്ദു വർഗീയതക്കും മുസ്ലിം വർഗീയതക്കും എതിരാണ്, പക്ഷേ അതിനെ എതിർക്കുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുള്ള കാര്യം രണ്ടും എന്റെ അമ്മയുടെ മക്കളാണ്. രണ്ടുപേരെയും ക്വാറന്റൈൻ ചെയ്ത് മാറ്റി നിർത്തുകയല്ല വേണ്ടത്, ആരോഗ്യകരമായ സ്നേഹപൂർണമായ സംവാദം. ഏത് വർഗീയവാദിയായാലും അവൻ എന്റെ സഹോദരനാണ്, അവൻ എന്റെ അമ്മയുടെ മക്കളാണ് എന്ന് ചേർത്ത് പിടിച്ച് സ്നേഹത്തിന്റെ ഒരു സംവാദത്തിന്റെ ഒരു അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കാൻ ആർക്ക് സാധിച്ചാലും വികസനവും നടക്കും, സമാധാനവും നടക്കും. ഏതായാലും മതം കൊണ്ട് വിഭജിക്കപ്പെട്ട ഒരു രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിർണായക റോള് മതം തന്നെ വഹിക്കും. നാം ഏതൊക്കെ മതേതരത്വം പറഞ്ഞാലും ഇവിടെ ആര് ജയിക്കണം തോൽക്കണമെന്ന് കുറഞ്ഞപക്ഷം കേരളത്തിലെങ്കിലും തീരുമാനമെടുക്കുക മത സംഘടനകളും സമുദായ നേതാക്കളും തന്നെയായിരിക്കും. ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത പി എ അഹമ്മദ്, അഡ്വക്കേറ്റ് പ്രശാന്ത് വി കുറുപ്പ്, ധനുഷ് തുടങ്ങിയവർക്ക് നന്ദി പറയുന്നു. ഒപ്പം തന്നെ പ്രേക്ഷകർക്കും ഒരു നല്ല ഈശ്വരദിന ആശംസകളോട് നേർന്നുകൊണ്ട് ABC ഡിബേറ്റ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വരാം. ബൈ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.